ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കബദിലാണ്. കബദ് എന്ന് പറഞ്ഞാൽ പ്രയാസം, വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടക്കം മുതൽ അവസാനം വരെ ധാരാളം പ്രയാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ക്ലേശകരമായ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനർത്ഥം മനുഷ്യന് ജീവിതം മുഴുവനും അദാബായിരിക്കും എന്നല്ല, നേരെ മറിച്ച് ഈ പ്രയാസങ്ങൾ അത് തരണം ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് ദുനിയാവിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. എന്താണ് പ്രയാസമെന്ന് പറഞ്ഞാൽ ഹംലുഹു വ വിലാദത്തുഹു, അല്ലെ, ഗർഭപാത്രത്തിൽ കഴിയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അത് നമുക്കറിയില്ല പ്രയാസം എന്തായിരുന്നു എന്നുള്ളത്. ഗർഭത്തിൽ കഴിയുന്നൊരു കുട്ടിക്ക് പല പ്രയാസങ്ങളുമുണ്ട്. വ വിലാദത്തുഹു, പുറത്ത് വരുന്നത്, അല്ലെ, കരഞ്ഞുകൊണ്ടാണ് പുറത്ത് വരുന്നത്. അപ്പം എന്തായാലും പ്രയാസം ഉണ്ടാവും. കാരണം ഒരവസ്ഥ വളരെ പെട്ടെന്ന് വളരെ വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇരുട്ടിൽ ഈ വയറ്റിൽ കടന്നിരുന്ന കുട്ടി പെട്ടെന്ന് പുറത്തെത്തുന്നു, അതിൽ ആ കുട്ടിക്ക് പ്രയാസമുണ്ടാകും. ഹംലുഹു വ വിലാദത്തുഹു വറദാഉഹു വ ഫിസാലുഹു, മുല കുടിക്കുക എന്നുള്ളത്, അല്ലെ, തുടക്കത്തിൽ മുല കുടിക്കുന്നത് പ്രയാസമായിരിക്കും കുട്ടിക്ക്, നിർബന്ധിച്ച് കുടിപ്പിക്കലാണ്. വ ഫിസാലുഹു, പിന്നെ 2 വർഷം കഴിഞ്ഞ് മുലകുടി നിർത്തൽ വളരെ പ്രയാസമാണ്, കഷ്ടപ്പെട്ടാണ് മുലകുടി നിർത്തുന്നത്. വനബ്തു അസ്നാനിഹി വ ഹയാത്തുഹു, അവൻ്റെ പല്ല് മുളക്കുന്നത് പ്രയാസമാണ്. പല്ലുണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ കുട്ടിക്ക് പ്രയാസമാണ്. വ ഹയാത്തുഹു, അതിനുശേഷമുള്ള അവൻ്റെ ജീവിതം മുഴുവൻ. വ മആഷുഹു വ മമാതുഹു, അവൻ്റെ ജീവിതവും മരണവും ഇതെല്ലാം ഫി മശക്ക, പ്രയാസത്തിലാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ച് കുറച്ചധികം വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ, പ്രസവിക്കുന്ന സമയത്തുള്ള പ്രയാസം, പിന്നെ പല്ല് മുളക്കുന്നത്, സുന്നത്ത് കഴിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നത്, ഉസ്താദിനെ പേടി, അതുപോലെ മാതാപിതാക്കളുടെ അടിയും ശിക്ഷണവും അത് വിഷമമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സമ്പാദിക്കണം, വിവാഹം കഴിക്കണം, വീടുണ്ടാക്കണം, ഇങ്ങനെ മരണം വരെ, അവസാനം മരണവേദന, അത് കഴിഞ്ഞ് ഖബറിലെ ശിക്ഷ, പരീക്ഷണങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. അതെന്താണ്? നമ്മൾ തയ്യാറായിരിക്കും, അല്ല, ജീവിതത്തിൽ പ്രയാസങ്ങളെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ, അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നേരത്തെ പ്രതീക്ഷിച്ചാൽ എന്തുണ്ടാവും? എളുപ്പമുണ്ടാവും ഈ പ്രയാസങ്ങൾ നേരിടാൻ. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിലെ പ്രയാസങ്ങളെന്ന് പറയുന്നത് കാറ്റും മഴയും രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത് പോലെയാണ്. അല്ല, രാത്രിയായാൽ നേരം വെളുക്കും, പിന്നെ ഈ രാത്രിയാവും. അതുപോലെ വർഷത്തിൽ ഓരോരോ മാസങ്ങൾ കഴിയുമ്പോൾ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മഴക്കാലം വരാനുണ്ട്, ഇപ്പോൾ നേരത്തെ കുട വാങ്ങി വെക്കും, അതിനനുസരിച്ച് ഒരുങ്ങി നിൽക്കും, അത്രേ ഉള്ളൂ. അത് മഴ വന്നു എന്ന് പറഞ്ഞ് ഇരുന്ന് ആരും കരയാറില്ല. വേനലാകുമ്പോൾ ചൂടുണ്ടാവും, അപ്പോൾ ചൂട് നേരിടാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കും. അതല്ലാതെ ചൂടായി, ഈ വർഷം ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് ആരും ആത്മഹത്യ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറായിരിക്കുക, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കുക.